നല്ല പുളി. അത് ഞാൻ പറഞ്ഞേ. പഞ്ചസാര ഗൈസ്, അപ്പം ഞാൻ ഇന്നുള്ളത് എൻ്റെ ചേച്ചീൻ്റെ വീട്ടിലാണ് കേട്ടോ. ഇവിടെ ഒരുപാട് ഫ്രൂട്ട്സും ഫ്ലവേഴ്സൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഞാനതൊക്കെ കാണിച്ചു തരാം കേട്ടോ. അതെടുന്നാ അപ്പോൾ ഈ കാണുന്ന ചെമ്പകം ഉണ്ടല്ലോ, അത് ഇവിടെ ഉണ്ടായതാണ് കേട്ടോ. ഞാൻ ഒരുപാട് നാളായിട്ടാണ് ഈ ചെമ്പകം തന്നെ കാണുന്നത്. പണ്ട് സ്കൂളിലൊക്കെ പോകുമ്പോൾ തലയിലൊക്കെ വെച്ച് പോയിരുന്ന സംഭവമാണ്. നമുക്ക് ചെമ്പകത്തിൻ്റെ മരം കാണാൻ പോകാം. എവിടെ? ആ, അടിപൊളി. സൂം ചെയ്ത് കാണിക്കാം ഞാൻ. ചെമ്പകത്തിന് മൊട്ടും ഉണ്ട് അതിൻ്റെ അടുത്ത് അല്ലേ? ഇത് മറ്റേത് ഇതെന്താ? ഇത് സർവ്വസുഗന്ധി. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ പശുക്കളുണ്ട് കേട്ടോ. പണ്ടൊക്കെ അല്ലേ വീട്ടിൽ പശുക്കളൊക്കെ ഉണ്ടായിരുന്നത്, പക്ഷേ ഇപ്പോഴും ഇവിടെ അത് കാണാൻ പറ്റും. ഈ ഡ്രാഗൺ ഫ്രൂട്ട് അതുപോലെ വേറെ എന്തൊക്കെയോ ഫ്രൂട്ട്സ് ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ഈ കാണുന്നത് ഫാഷൻ ഫ്രൂട്ട്, നമ്മളതിന് പാഷൻ ഫ്രൂട്ട് എന്നൊക്കെയാണ് പറയുക. അത് പച്ചയാണത് സംഭവം. റെഡി ആവണുള്ളൂ, പഴുത്തിട്ടില്ല. ആ, ഇത് കുറച്ച് പഴുത്തിട്ടുണ്ട് അല്ലേ? പിന്നെ അതവിടെയൊക്കെ കുറേ. ഗൈസ്, ഇത് ഏത് പഴമാണെന്ന് നമുക്ക് മനസ്സിലായോ? ഇതാണ് കേട്ടോ എഗ് ഫ്രൂട്ട് എന്ന് പറയും, അല്ലെങ്കിൽ എന്താ മുട്ടപ്പഴം എന്നോ അങ്ങനെ എന്തോന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ 2 ഫ്രൂട്ട് ഇപ്പോൾ കണ്ടു കേട്ടോ. ഇനി അടുത്തതാണ് ഈ കാണുന്ന സീതപ്പഴം എന്നാണ് ഞങ്ങളവിടെ പറയുക. നിങ്ങളവിടെ എന്താ പറയുക എന്നുള്ളത് കമൻറ്റ് ചെയ്യൂ ഗൈസ്. അപ്പോൾ ഇതിൽ നോക്കിയപ്പോൾ ഇത് ഫുള്ള് പച്ചയാണ് കേട്ടോ, പഴുത്തിട്ടില്ലായിരുന്നു. പഴുത്തുണ്ടോ നോക്കാട്ടോ നമുക്ക്. അങ്ങനെ നമുക്ക് സീതപ്പഴം പഴുത്തതൊന്നും കിട്ടിയില്ല കേട്ടോ. പിന്നെ അടുത്തതാണ് ഈ കാണുന്ന ചിക്കു കേട്ടോ. നമ്മൾ ചെന്ന സമയത്ത് എന്താണെന്നറിയില്ല, എല്ലാം പഴുക്കുന്നേ ഉള്ളൂ കേട്ടോ. ഒന്നുപോലും പഴുത്തത് കിട്ടിയില്ല, എല്ലാം പച്ചയാണ്. പിന്നെ ഈ ചിക്കു ഒക്കെ ഇടുന്നുണ്ടെങ്കിൽ ഒരാഴ്ച മുന്നേയൊക്കെ പറിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു ഏകദേശം 2 ആഴ്ച കഴിയുമ്പോഴേക്കൊക്കെ പഴുക്കും എന്ന് തോന്നുന്നു. അപ്പം നമ്മളതൊക്കെ പറിച്ച് വയ്ക്കുകയാണ്. ഇവിടെ വന്നാൽ നല്ല രസമാണ് കേട്ടോ. ഇങ്ങനെ പാടത്ത് കൂടെ പറമ്പിൽ കൂടെ അങ്ങനെ നടക്കാൻ അടിപൊളിയാണ്. നമ്മളങ്ങനെ കുറേ ഫ്രൂട്ട്സൊക്കെ പറിച്ച് വെച്ചിട്ടുണ്ട്. ചിലത് നന്നായിരിക്കും, ചിലത് ചിലപ്പോൾ റെഡി ആവുമെന്നറിയില്ല. പിന്നെ അടുത്തതാണ് കേട്ടോ ഈ ഒരു എന്താ ഇതിന് പറയുക, റംബൂട്ടാൻ. പക്ഷേ ഇതും കണ്ടോ, ഇത് ഫുള്ള് പച്ചയാണ് ഗൈസ്. അങ്ങനെ അത് മൂഞ്ചിരിക്കുകയാണ്. പക്ഷേ ഇതിൽ എന്താ പറയുക, പകുതിയോളം പഴുത്ത റംബൂട്ടാനുണ്ട് കേട്ടോ. അപ്പം നമ്മൾ അത് പറിക്കാൻ പോവാണ്. കാരണം കിട്ടാത്ത മുന്തിരി പുളിക്കുന്നു പറഞ്ഞ പോലെ നമ്മളത് ഒഴിവാക്കി പോരാനുള്ള പരിപാടിയാണ്. പിന്നെ ഈ റംബൂട്ടാനുണ്ടല്ലോ, അത് കുറേ ഇങ്ങനെ നിലത്ത് വീണ് കിടക്കുന്നുണ്ട്. വാടി വീണതാ തോന്നുന്നു, മഴയൊക്കെ ആയിട്ട്. അതിൽ കുറച്ച് പഴുത്തതൊക്കെ നമ്മൾ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ചില ചാനലുകളിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഈ പച്ച റംബൂട്ടാനുണ്ടല്ലോ, അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു സീഡ് വെച്ചിട്ട്, സീഡല്ല അതിനെന്താ ഫ്ലഷ് വെച്ചിട്ട് പിക്കിളൊക്കെ ഉണ്ടാക്കുന്നത്. പക്ഷേ അതിനൊന്നും നമ്മൾ നിൽക്കുന്നില്ല. അപ്പോൾ ഇനി പഴുക്കുന്ന സമയത്ത് പറ്റുകയാണെങ്കിൽ വരാം എന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ പഴുത്ത ഫ്രൂട്ടൊന്നും കിട്ടിയില്ലല്ലോ എന്ന് വിചാരിച്ച് സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ചേച്ചി നമുക്ക് ഈ ഒരു സീതപ്പഴം ഉണ്ടല്ലോ, അത് പഴുത്തത് നമുക്ക് കൊടുന്നു തന്നു കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു, ഒരുപാടുണ്ടായിരുന്നു. അവർ മുന്നേ പറിച്ച് വെച്ചതുകൊണ്ടാണ് തോന്നുന്നു, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫ്രൂട്ട്സ് കഴിക്കാൻ പറ്റില്ല എന്നുള്ള സങ്കടം അവിടെ തീർന്നു കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ ഫ്രൂട്ട്സിൻ്റെയൊക്കെ മരങ്ങളൊക്കെ ഉണ്ടോ? ഇല്ലെന്നുണ്ടെങ്കിൽ നട്ടുപിടിപ്പിക്കുക ഗൈസ്. അപ്പോൾ ഇനി നെക്സ്റ്റ് വ്ലോഗിൽ കാണാം കേട്ടോ.